कबीर सेठ, आपका गिफ्ट अभी आएगा। वाह, कितना खूबसूरत लड़की है। ये मेरे लिए आप गिफ्ट है। वाह माँ, वाह, किटवा किटवा, वाह माँ। ഇത് ആരെന്ന് தெரியுமா? பெரிய ஆளு കബീർ സേട്ട്. സേട്ട് ഇതാ ഞാൻ പറഞ്ഞ ആള്. നല്ല പഠിക്കും സാർ. മോളെ, ഇനി മുതൽ മോളുടെ പഠനത്തിന്റെ എല്ലാ ചെലവുകളും നോക്കുന്നത് ഈ കബീർ ഭായി ആയിരിക്കും. മോൾക്ക് എന്നാ വേണം കേൾക്കാം. നല്ല ആളമ്മാ, നല്ല ആള്. അഴാതെ പോമാ. என்னம்மா இப்படி இல்ல, போமா போ. சின்ன குழந்தை. കുറെ നേരമായി, ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. என்னம்மா பசிக்குதா? உள்ள போய் சாப்பிடு. വേണ്ട. அப்படின்னா ஜூஸ் சாப்பிடமா? വേണ്ട പെരിയവരെ, എന്റെ മോള്. அது வந்து டேய் உள்ள போடா, சோம்பேறி பசங்க. அம்மா ஒன்றுமே இல்லைம்மா, உங்களுக்கும் குடும்பத்துக்கும் நான் ஒருபாடு உதவி செய்திருக்கேன். எனக்கு வந்து கோடிக்கணக்கில் ரூபாய் ஆஸ்தி இருக்கு. ஆனாலும் മുംബൈയിൽ ഒരു ചിന്ന ബിസിനസ് പண்றதுக்கு உங்களோட ஹெல்ப் எனக்கு வேணும். ഞാൻ പെരിയവർക്ക് എന്ത് സഹായം ചെയ്യാ? புரிய வைக்கிறேன். உள்ள என்னோட ஃப்ரெண்டு ஒரு பெரிய பிஸ்னஸ்காரர் இருக்கு. அவங்க நினைச்சா இங்க பாரு, என்னோட பிஸ்னஸ் வந்து இனியும் டெவலப் பண்ணலாம். ஆனா அதுக்காக உன்னோட பொண்ணு கொஞ்சம் அட்ஜஸ்ட் பண்ணணும். അയ്യോ, എന്റെ മോള്. என்ன நாடி ശബ്ദം പോട്ടാ കൊന്നിടുവേ. बैठे अंदर है. ഇവിടെ വന്നിരി. എന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. എന്റെ അനുജത്തി ഭ്രാന്തിയായി മാറി. ഇതൊക്കെ വിധിയെന്ന് കരുതി സമാധാനിക്കണോ? ഒരു വിഡ്ഢിയെ പോലെ നോക്കി നിൽക്കണോ? ഇതിനൊക്കെ പകരം ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. വ്യാജമദ്യം എത്തിച്ച മത്ത് ബേബിയെ ഞാൻ കണ്ടു. ഒരു സിഗരറ്റ്. അയാളെ പിന്തുടർന്ന് താമസ സ്ഥലം ഞാൻ കണ്ടെത്തി. അങ്ങനെയാണ് ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി എത്തിയത്. ഇലക്ട്രോണിക്സ് ബിരുദം നേടി മിട്ടുവിന്റെ ജീവിതവും എന്നെപ്പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവനെയും കൂടെ കൂട്ടി. ഞങ്ങൾ പല ദിവസങ്ങളും മാറിമറിയാതെ ഒത്തുകൂടി. ഒടുവിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. അബ്കാരികൾ തടവിലാക്കി. ആദ്യം പണമുണ്ടാക്കി, പിന്നെ ശത്രുക്കളെ ഉന്നം വെച്ചു. ബോംബ് ബ്ലാസ്റ്റിംഗിൽ മിട്ടുമിടുക്കനായതുകൊണ്ട് ഞങ്ങൾ പല ഷാപ്പുകളും ബാറുകളും തകർത്തെറിഞ്ഞു. കൊന്നുകളഞ്ഞു ഞാൻ. എന്റെ ഈ കൈകൊണ്ട് തകർത്തു ഞാൻ ഓരോ ബാറുകളും. സുബ്രഹ്മണ്യനെ എങ്ങനെ നിങ്ങൾ കൊന്നു?
ബാറുകൾ എങ്ങനെ ബോംബ് വെച്ച് തകർത്തു? ചെറായിയെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ആദ്യം മത്ത് ബേബി വലയിലാക്കി. ഞങ്ങൾ പറയുന്ന പോലെ തന്നെ താൻ പറയണം. അനുസരിച്ചില്ലെങ്കിൽ ഈ ഒരു റിമോട്ട് തീരും നിന്റെ ജീവിതവും സ്പിരിറ്റ് വെച്ചോളൊക്കെ. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇപ്പൊ എനിക്ക് കാഞ്ചിയാർ തരകനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. വിളിച്ചതൊന്നും അയാള് വരുത്തില്ല. വേണ്ട, പക്ഷെ തന്നെ കുറെ നാൾ കൂടെ നിർത്തിയല്ലേ, അതിന്റെ പേരിൽ ഒരു വിശ്വാസം തന്നോട് കാണാതിരിക്കില്ല. വിളിക്കയാളെ. ഞാൻ പറയുന്നത് പോലെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അയാളൊന്നും സമ്മതിക്കത്തില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. വിളിക്കണം. മിട്ടു, ഏതായാലും ഇവനൊന്നും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവനെ ജീവനോടെ വേണോ? വേണ്ട ചങ്ങാതി, ഇവനെ കൊന്നു കഴിഞ്ഞാൽ കുടുംബങ്ങൾ രക്ഷപ്പെടും. അയ്യോ അയ്യോ, വേണ്ട 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 വേണ്ട. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. പെരിയോരല്ലേ? പെരിയോർക്ക് എന്നോട് വൈരാഗ്യമായിരിക്കും. 7 വർഷം നന്ദിയില്ലാഞ്ഞിട്ടല്ല തരകനുമായി ഞാൻ കൂട്ടുകൂടിയത്. എൻ്റെ അത്യാഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോ പെരിയോര് തന്നെ എൻ്റെ എല്ലാം. നീ എണ്ണിക്കോ. 1, 2, 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. അതുക്കുള്ള ഫിനിഷ് പണിയെടുക്കും. நாங்க வந்தா உன் பிரச்சனை தீர்ந்துடுமா? இப்ப எங்க இருக்க நீ? சரி சரி, நான் அங்க வரேன். என்ன ரகசியம் உனக்கு என்னோட പറയാനുള്ളത്? അത് പെരിയോരെ. വാ, വണ്ടിയെ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കാം. പെരിയവരെ, പെരിയവരെ, പെരിയവരെ. അതിനുശേഷം എൻ്റെ ലക്ഷ്യം സഹോദരിയുടെ ജീവിതം തകർത്തവനായിരുന്നു. ഭാസ്കരേട്ടൻ വഴി അവനെയും കണ്ടെത്തി. മോനെ, അവനാണ് നമ്മളെ മോളെ നശിപ്പിച്ചത്. വിടരുന്നവനെ, ഇടിയവനെ കൊല്ലണം.
സർ, എനിക്ക് മോഹങ്ങളില്ല, സ്വപ്നങ്ങളുമില്ല. ചെയ്ത കുറ്റങ്ങൾ ഞാൻ എവിടെ ഏറ്റു പറയാൻ തയ്യാറാ? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാ ക്രിമിനൽസിനും പറയാൻ ഓരോ ന്യായീകരണങ്ങൾ കാണും. ഇവർക്കും ഉണ്ട്. വ്യാജമദ്യം കഴിച്ച് മരണപ്പെട്ട അച്ഛനും സഹോദരനും, ആ നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി കുറെ ചലനമറ്റ ശരീരങ്ങൾ, ആത്മഹത്യ ചെയ്ത അമ്മ, ബലാത്സംഗം ചെയ്യപ്പെട്ട് ഒരു ഭ്രാന്തിയായി മാറിയ സഹോദരി, അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇവന്റെ ജീവിത വഴികളിൽ എല്ലായിടത്തും മദ്യത്തിന്റെ വൃത്തികെട്ട ഗന്ധം. ഈ നാട്ടിൽ മദ്യലഹരിയിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ കഥനകഥകൾ ആരും കാണുന്നില്ല. അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. മദ്യത്തിനടിമയായ എന്റെ അച്ഛൻ പാവം അമ്മയെ കെട്ടുതാലിക്ക് വേണ്ടി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഇതുപോലെ ചിറകറ്റ് വീഴുന്ന ഓരോരുത്തരുടെയും കണ്ണീരിന് പകരം ഈ ലഹരിയെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. താങ്ക് യു മിസ്റ്റർ സിദ്ധാർത്ഥ്. ഓക്കെ സർ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി.